കൈമ എടുത്തതിന് ശേഷം ഒരടി സ്റ്റാർട്ടാവണില്ല. രണ്ടാമത്തെ അടി അടിക്കാം, സ്റ്റാർട്ടാവണില്ല. 3 നെഹി ഫസ്റ്റ് കിക്കിൽ സ്റ്റാർട്ടായ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ ആദ്യം തന്നെ ഫുള്ള് സെറ്റ് ചെയ്തതേ അറിയില്ല നിങ്ങൾ ഉണ്ടാവും. 1 2 3 4 5 6 7 8 10 നിർത്തണം. എന്നിട്ട് ഒന്നുകൂടി അടിക്കണം. 9. ഇത് നിങ്ങൾ വെള്ളമാണ് ചേർക്കണം കേട്ടോ. ഈ വണ്ടി മഴയും കൂടെ കൊള്ളാത്ത അതുകൊണ്ടാ. എഥനോൾ വേറെ, പെട്രോൾ വേറെ. ഇതാണ് അവസ്ഥ. ഇതിലുണ്ട് ഗൈസ്. പക്ഷെ ഭയങ്കര സ്മെല്ലാട്ടോ. സ്മെല്ലിച്ചാ ഒന്നൊന്നര സ്മെല്ലാണ് എഥനോൾ പെട്രോൾ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഏകദേശം 5 മാസം 6 മാസമായിട്ടാണ് നമ്മുടെ ഗോൾഡ് ബീസ് സ്റ്റാർട്ടാക്കിയിട്ട്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവാണ്. ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുമെന്ന് അറിയില്ല. കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ സ്റ്റാർട്ടാക്കിയപ്പോൾ ഏകദേശം ഒരു 6 പ്രാവശ്യം കിക്കർ അടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടായത്. പെട്രോൾ കുറവാണ്, എഥനോൾ പെട്രോളാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ എഥനോൾ പെട്രോളിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മാസമൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ പെട്രോൾ മുകളിൽ നിൽക്കും, എഥനോൾ താഴെ നിൽക്കും. അപ്പോൾ എഥനോൾ വെള്ളം മാറി ഇങ്ങനെ നിൽക്കും. ആൽക്കഹോളാണ് ഈ എഥനോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെള്ളം മാറി അടിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടാങ്ക് ഷെയ്ക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ എഥനോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഥനോൾ താഴേക്കും പെട്രോൾ മേലേക്കും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എഥനോൾ ഒഴിവാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാവും നല്ലത്. ടാങ്കിൽ നോക്കണം എഥനോൾ കയറിയിട്ടുണ്ടോ എന്നുള്ളത്, എഥനോൾ ആയിട്ടുണ്ടോ എന്നുള്ളത്, എഥനോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ടാങ്കിൽ തുറന്ന് നോക്കിയാൽ അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ഷെയ്ക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടാവാത്ത പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായാൽ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അതിന് മുന്നേ തന്നെ ഫുള്ള് സെറ്റാക്കി വന്ന് സ്റ്റാർട്ടാക്കിയതാണ്. ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഷോപ്പ് ഗാരേജ് തുറന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വണ്ടി കാണിച്ചു തരാം. 5 മാസം ഏകദേശം 5-6 മാസമായി ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. കാരണം ഒന്നാമത് ഇവിടെ എനിക്ക് നേരം ഇല്ല എന്ന് പറയുമ്പോൾ അത്രയും വണ്ടികൾ നമ്മളൊരു മാസം ഒരു 10 വണ്ടി 20 വണ്ടി വെക്കുമ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഒറ്റക്കുള്ളൂ. ഇവിടുത്തെ പണികൾ മൊത്തം ഞാനാണ് എടുക്കുന്നത്. വണ്ടി സെറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്ത. ആദ്യം ആളുണ്ടായിരുന്നു, അവൻ വേറെ ഗാരേജിലേക്ക് പോയപ്പോൾ നമ്മളിവിടെ ഒറ്റപ്പെട്ടു. ഇപ്പോൾ ഒറ്റക്കാണ് കുറച്ച് വട്ടിപ്പണി എടുക്കുന്നത്. അപ്പോൾ വണ്ടി കാണിച്ചു തരാം. വണ്ടി കാണിച്ചു തന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് കണ്ടീഷൻ എന്നറിയില്ല, നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണിപ്പോൾ വണ്ടിയുടെ അവസ്ഥ. ഞാനിനി സ്റ്റാർട്ടാക്കിയെന്ന് പറയണ്ട കേട്ടോ. ഞാനിതിൻ്റെ പൊടി പോലും തുടച്ചിട്ടില്ല, ഫുള്ള് പൊടിയാണ്. മാറാല കയറിയിട്ടുണ്ട്. മാറാല എന്നാണ് ഇവിടെ പറയട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പറയാമെന്നുള്ള ജസ്റ്റ് ഞാൻ ഇടയില്ല. ഇവിടെ മാറാല കയറിയിട്ടുണ്ട്. നമ്മുടെ മാക്സിൻ്റെ എടുത്താ ഇതിമൂലം അത്യാവശ്യം ഉണ്ടാകും മാറാലും കാര്യങ്ങളൊക്കെ കയറി കൊടുക്കുകയാണ്. കാരണം ഗാരേജ് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഏകദേശം 2 മാസമായി. അപ്പോൾ വൃത്തിയാക്കുന്ന സമയത്താണ് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറ്റാറ്. അപ്പോൾ ഇത് സ്റ്റാർട്ടാക്കണം. ഇങ്ങനെയാണ് ഇപ്പോൾ വണ്ടീൻ്റെ കോലം. വണ്ടീൻ്റെ കാറ്റിൻ്റെ ഷീൽഡ് ഞാനൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് വേറെ വണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ അതിലേക്ക് ദാനം ചെയ്താട്ടോ. കാറ്റിൻ്റെ ഷീൽഡ് എനിക്ക് പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ കാറ്റിൻ്റെ ഷീൽഡ് ഇതിമെന്നാണ്ട് ഊരിക്കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിന് കാറ്റിൻ്റെ ഷീൽഡ് കയറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഫുള്ള് പൊടി കേട്ടോ. ഫുള്ള് പൊടിച്ചാൽ ഫുള്ള് പൊടി. കണ്ണ് മുക്കും മൂലയും ചേസിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും പൊടിയായിട്ട് വേണ്ട, ഫുള്ള് പൊടിയാണ്. ഫുള്ള് പൊടി കയറി എരപ്പായി കിടക്കുകയാണ്. ഇവിടെയൊക്കെ മാറാലയാണ്. മാറാല ഫുള്ള് മാറാല പൊടി തട്ടി ക്ലീൻ ആക്കണം കേട്ടോ. എന്തോ ഒരു വൃത്തിയുള്ള വണ്ടിയായിരുന്നു പറയാം. ഫുള്ള് സ്പെയറും കണ്ടോ നിങ്ങൾ, ഫുള്ള് സ്പെയറും പുതിയ സ്പെയറാണ്. ഡിക്ഷൻ്റെ അടിപൊളി സാധനമാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. അതിൻ്റെ ശേഷം അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വണ്ടി പുറത്തിറക്കി മഴക്കാലമൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഇതൊരു 2 മാസം കൊണ്ടൊക്കെ പഴയതാവും. നല്ല വൃത്തിക്ക് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ ഇതൊക്കെ കസ്റ്റം ചെയ്ത് സംഭവങ്ങൾ ഞാനിതിൽ പിന്നെ കൂടുതൽ പൈസ ചിലവാക്കിയിട്ടില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കവറൊക്കെ ഇപ്പോൾ വില കുറച്ച് കിട്ടാണ്ട് അതൊക്കെ മാറ്റിയിടാമായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഉപയോഗിക്കാത്ത വണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് കാര്യമില്ല, ഞാനിത് ഉപയോഗിക്കണില്ലല്ലോ. ഇങ്ങനെ നിർത്തിയിടാൻ സ്റ്റാർട്ടാക്കുക തന്നെ പരിപാടി. നമ്മളെ പരിപാടി ഇതിനായിട്ട് ഫ്രീ ആയിട്ട് സമയം കണ്ടെത്തണം. ഇത് ഓടിക്കണമെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് സമയം കണ്ടെത്തണം. ഈ ബിസിനസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇതൊന്നൊരു അറ്റത്തേക്ക് എത്തിച്ചിട്ട് വേണം. ഇതൊക്കെ വണ്ടികളൊന്ന് ഞായറാഴ്ച നമുക്കൊന്ന് ഓടിച്ചിട്ട് റൈഡിങ് വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ ആ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ എഥനോൾ പെട്രോളിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ബബിള് വന്നതാണ്.
ഇത് ടാങ്ക് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ ബബിള്. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ഹോൾ ഉണ്ടാവും ഓൾറെഡി, അത് നമ്മൾ കാണൂല. അപ്പോൾ ഈ പെയിൻറ്റിങ്ങർ എന്ത് ചെയ്യും, ഇത് പൊട്ടിയിട്ടിട്ട് പൊട്ടിയാ പണി മാളിയാ ഇല്ല, അത് പൊട്ടിയിട്ടിട്ട് അതെന്ത് ചെയ്യും, അതിൻ്റെ മേലെ കൂടെയാണ് പെയിൻ്റ് അടിക്കും, പ്രൈമറും കോട്ടും പെയിൻറ്റും അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഗ്യാസ്, ഇപ്പോൾ എഥനോൾ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് കൂടി നിന്നിട്ട് ഇവിടെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പുട്ടിൻ്റെ മുകളിൽ കൂടെ അടക്കം ഇതിൻ്റെ അത്രക്കും സ്ട്രോങ് ആണ് ഇപ്പോൾ പെട്രോൾ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നൊരു സംഭവം കേട്ടോ. കുറേ വണ്ടികൾക്ക് ഇപ്പോൾ അനുഭവിക്കണം. സാധാരണ ഈ സ്പ്ലെൻഡർ, മാക്സിൻ്റെ സാമ്രായി ഈ ഭാഗം ഉണ്ട്, സീറ്റിൻ്റെ ഭാഗം, ഇവിടെ ഓൾറെഡി എല്ലാ വണ്ടികൾക്കും തുരുമ്പ് വരും, നല്ല തുരുമ്പായിരിക്കും ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെയാണ് അധികം വരാറ്. പക്ഷേ നമ്മൾ വണ്ടിക്ക് ഇതാ ഈ സൈഡിലായിട്ട് വന്ന് ഈ വണ്ടി സൈഡിലും RX-ന് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇനി ഇതിൻ്റെ കളർ മാറ്റണമെന്നുള്ളത് എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്താട്ടോ. ഇത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചാണ്. അപ്പോൾ അന്ന് ആ ഹോള് കണ്ടിട്ടില്ല, ഹോള് കാര്യങ്ങൾ, പിന്നെയാണ് അത് പെട്രോൾ അയച്ചപ്പോൾ കണ്ടത് കേട്ടോ. ഇത് ടാങ്കിന് പെയിൻറ്റ് അടിക്കണോ എന്നുള്ളത്, വേറെ കളർ അടിക്കണോ, എനിക്ക് കളർ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സൈഡ് ഡോറൊക്കെ ഞാൻ പുതിയ ഇട്ടാണ്. ഇത് പുതിയൊരു പെയിൻറ്റും കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളറൊന്ന് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും പറയുന്ന കളർ നമുക്ക് നോക്കിയിട്ട് അടിക്കാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലെ ഈ മാസ്ക് ചിലപ്പോൾ ഞാൻ മാറ്റിയിട്ട് സ്റ്റോക്ക് മാസ്ക് തന്നെ ആക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി ലൈറ്റ് നല്ല രീതിയിൽ കുറവുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഷോഗൺമുള്ള നമ്മുടെ ഡയമണ്ട് ഹെഡ് ലാമ്പില്ലേ, ഈ ഹെഡ് ലാമ്പും ആ ഹെഡ് ലാമ്പും നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് കൂടുതലായിരിക്കും ഡയമണ്ട് കയറ്റി കഴിഞ്ഞാൽ. ഇത് RX-ൻ്റെ നോർമൽ വരുന്ന RX-ന് വരുന്ന ആ ഒരു സാധനം. ഡയമണ്ടാണ് സാധാരണ RX-ന് ഇപ്പോൾ എല്ലാവരും ചെയ്യൽ. അപ്പോൾ ഡയമണ്ട് ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡയമണ്ടോ അല്ലെങ്കിൽ സാധാ സ്റ്റോക്കിലേക്ക് ഇത് മാറ്റും. സ്റ്റോക്കിലേക്ക് മാറ്റുന്നതാണോ നല്ലത്, RX-ൻ്റെ ആ ലുക്കിലേക്ക് മാറ്റുന്നതാണോ നല്ലത്, ഇതിൽ ഡയമണ്ട് കയറ്റുന്നതാണോ നല്ലതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതും നമ്മൾ നിങ്ങൾക്ക് വിട്ടു. ഇതൊക്കെ ക്ലാമ്പ് അടിച്ച് സെറ്റാക്കി കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഫുള്ള് ക്ലാമ്പ് അടിച്ച് ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസം എന്നല്ല, ഒരു 2 മണിക്കൂർ ആദ്യം ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ നോക്കും, ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, ഇത് ക്ലാമ്പ് വെച്ച് എങ്ങനെയായിരിക്കും ബോറില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നോക്കും, ആലോചിക്കും. 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഓരോന്നും 2-3 കൺസെപ്റ്റ് ഇങ്ങനെ വെക്കും മനസ്സിൽ. എന്നിട്ട് ആദ്യം ആ കൺസെപ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് നോക്കും, വീഡിയോ എടുത്ത് നോക്കും, എന്നിട്ട് എന്താ പാട് നോക്കും. അങ്ങനെ 2-3 പ്രാവശ്യം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഫൈനൽ നമ്മൾ എന്ത് ചെയ്യുക ആക്കുക. അങ്ങനെയൊക്കെ ഫൈനലാക്കിയതാണ് ഇതും. അതേപോലെ ഈ മാസ്ക് സെറ്റ് ചെയ്തൊക്കെ അതുപോലെ ഫൈനലാക്കി സെറ്റ് ചെയ്താട്ടോ. പിന്നെ മീറ്ററിൻ്റെ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മീറ്ററൊക്കെ ആകെ പൊടി പിടിച്ച് തൂഫാനായിട്ടുണ്ട്. ഇതുണ്ടോ, ഫുൾ ടാങ്ക് എണ്ണ ഇതിൽ ഇല്ല, വർക്കിംഗ് അല്ല, ബാറ്ററി വർക്കിംഗ് അല്ല കേട്ടോ. ബാറ്ററി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂൽ ഗേജ് ഇങ്ങനെ അങ്ങോട്ട് ഫുള്ളാവും. ഞാൻ കണക്ഷൻ കൊടുത്തുകൊണ്ട് ടൈപ്പ് പണി കാട്ടിയാണ്. ഇതിലിപ്പോൾ പിസ്സമണി കഴിഞ്ഞതിന് ശേഷം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 121.6 കിലോമീറ്ററാണ് ഇതിൽ ഓടിയിട്ടുള്ളത്. ശരിക്കും 1000 അല്ലെങ്കിൽ 500 കിലോമീറ്ററെങ്കിലും ഒരാൾക്ക് ഓടിക്കണം, പതുക്കെ ഓടിക്കണം. അപ്പോൾ അത് ഓടിയിട്ടില്ല കേട്ടോ. ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ കാർബറേറ്ററൊക്കെ ഒറിജിനൽ ജപ്പാൻ, മേഡ് ഇൻ ജപ്പാൻ കാർബറേറ്ററാണ്. എല്ലാ സാധനങ്ങളും ഇതിൽ എങ്ങനെയൊക്കെ കമ്പനി വരും ആ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ബുഷില്ല, സിലിണ്ടർ ബുഷും കൂടി കയറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. ജർക്കിങ് ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ സിലിണ്ടറിൻ്റെ ഈ ബുഷ് ഇടാഞ്ഞാൽ വണ്ടി എന്താ ഭയങ്കര ഹീറ്റിംഗ് എടുക്കും. ഇടണം, മറന്നതാണ്. അപ്പോൾ അതിടണം. കാറ്റിൻ്റെ ഷീൽഡ് എന്തായാലും വാങ്ങിയിട്ട് ഇടണം കേട്ടോ. ഷീൽഡ് ഇല്ലാന്നാൽ എന്താ പോലെ ഷെഡില്ലാതെ പാൻറ് ഇട്ട പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഷീൽഡ് നമുക്ക് മാറ്റണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കിങ്ങിൻ്റെ മിറർ, ഇത് ഒറിജിനൽ മിറർ കേട്ടോ. ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതുണ്ടോ, യമഹേൻ്റെ ബാഡ്ജിങ് ഈ സൈഡിലാണ് വരിക, സെൻറ്റർ പോർഷനിൽ. ഇതിൻ്റെ ഈ ഒരു ലെവലിലാണ് വരിക. ഇനി അതേപോലെ ഇതാണ് ഒറിജിനൽ യമഹേൻ്റെ ഇമ്പോർട്ടഡ് സാധനം. യമഹ ബാഡ്ജിങ് ഇവിടെ വരും. ഇനി ഇതിൻ്റെ ചാത്തം കാണിച്ചു തരാം. അപ്പോൾ 600 രൂപ കിട്ടുന്ന സാധനം കണ്ടോ. യമഹേൻ്റെ ബാഡ്ജിങ് ഇവിടെ വരും, ഇവിടെയാണ് വരിക. നമ്മളത് ഇവിടെ വരും ബാഡ്ജിങ് ഒറിജിനൽ. ഇതിന് ഏകദേശം അന്ന് 1800 രൂപക്ക് മേടിച്ച മിററാട്ടോ ഈ സാധനം. പിന്നെ അതിൻ്റെ ശേഷമാണ് ഈ ചാത്തൻ ഇറങ്ങിയത്. ചാത്തൻ ഇതാ നമ്മൾ മാക്സ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ബാഡ്ജിങ് എന്താ ഇവിടെ വരും, ഇവിടെയാണ് ഈ ബാഡ്ജിങ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം മുന്നേ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് സെറ്റാക്കി വെക്കട്ടെ. ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുമെന്ന് അറിയില്ല, സ്റ്റാർട്ടാക്കി വെക്കുക. ആദ്യം പെട്രോൾ ഉണ്ടോ നോക്കണം.
പെട്രോൾ ഉണ്ടാകുന്ന നോക്കട്ടെ. പെട്രോൾ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാക്കാൻ, അല്ലെങ്കിൽ ആകെ ഊമ്പും. കുലുങ്ങുന്നുണ്ട്, പക്ഷേ കുലുങ്ങണോണ്ട് കാര്യമില്ല. അടിയിൽ RX-ന് കുറച്ചുകൂടെ പെട്രോൾ വേണം. അപ്പോൾ ഫ്ലാഷ് ഒന്ന് അടിച്ചോട്ടെ. ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ട് ഇതിൽ സാധനം ഉണ്ടാകുന്ന നോക്കട്ടെ കേട്ടോ ആദ്യം. സ്റ്റാർട്ടാവാനുള്ള പെട്രോള് ഇതിലുണ്ട് ഗൈസ്. പക്ഷെ ഭയങ്കര സ്മെല്ലാട്ടോ. സ്മെല്ലിച്ചാ ഒന്നൊന്നര സ്മെല്ലാണ് എഥനോൾ പെട്രോള്. അൺസൈക്കിളാണ്. പിന്നെ അതേപോലെ ഈ പെട്രോള് ചില പമ്പിൽ നിന്ന് വാങ്ങുന്ന പെട്രോൾ ഉണ്ടല്ലോ, ആ പെട്രോള് കയ്യിൽമേൽ കായി കഴിഞ്ഞാൽ ഈ ടിന്നറൊക്കെ കയ്യിലായ ഉണ്ടാവുമല്ലോ, ഭയങ്കര നീറ്റൽ. അങ്ങനെ നീറ്റലുള്ള പെട്രോളും വരുന്നുണ്ട് കേട്ടോ. 2-3 പെട്രോള് ഇതേപോലെ ഞാൻ കൊണ്ടുവന്ന് കയ്യിലാക്കിയപ്പോൾ കൈമെന്ന് അങ്ങനെ തെന്നീറ്റ് കൈമിലായതാണ്. ഭയങ്കര നീറ്റില്ല, അവിടെ പൊള്ളിയ പോലെ കായി. അത്രയും സ്ട്രോങ് ഉള്ള പെട്രോളൊക്കെയാണ് തോന്നുന്നത് വരുന്നത്. വേറെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എട്ടങ്ങേറാണ് പെട്രോളായിട്ട് ഇപ്പോൾ കളിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ഏതാ ചാവി? ഇതിലൊരു പഴയ ചാവി ഉണ്ടായിരുന്നു, അതാണ് സംഭവം. ചാവി ഇല്ലേ? പഠിച്ചാണ് പണി പാളിയാ. ഇല്ല, ചാവി ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 5 മാസമായിട്ട് വണ്ടി നിർത്തിയിട്ടാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്താണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ചോക്ക് വലിച്ചു പിടിക്കുക. ചോക്ക് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ക് ചിലവർക്ക് 100 ആണെന്നുണ്ടെങ്കിൽ വലിക്കുന്ന ടൈപ്പ്, പുതിയ വരുന്ന കാർബേറ്ററിനൊക്കെ വലിക്കുന്ന ടൈപ്പ് വരുന്നുണ്ട്, 135 തന്നെ. അപ്പോൾ ചോക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അത് എണ്ണ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചോക്ക് വലിക്കുക, ആക്സിലേറ്റർ തിരിക്കുക. പിന്നെ എണ്ണ ഓണാക്കണം കേട്ടോ. എണ്ണ ഓണാക്കാതെ ചോക്ക് വലിച്ചാണ് ഇങ്ങനെ തിരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് തിരിച്ചൊരു 10-15 പ്രാവശ്യം ഇങ്ങനെ തിരിക്കുക. തിരിച്ചതിന് ശേഷം ചോക്കിങ്ങനെ അമർത്തുക, പിടിക്കുക, ചോക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇതിപ്പോൾ എനിക്ക് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല, ചോക്ക് ഓൾറെഡി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ചോക്ക് കിട്ടും. അങ്ങനെ വലിച്ചു പിടിക്കേണ്ട ചോക്കാണെന്നുണ്ടെങ്കിൽ വലിച്ചു പിടിക്കുക. എന്നിട്ട് കൈ ഇതിമൊന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ഒരടി, സ്റ്റാർട്ടാവണില്ല. രണ്ടാമത്തെ അടി അടിക്കുക, സ്റ്റാർട്ടാവണില്ല. 3 നെഹി. ഫസ്റ്റ് കിക്കിൽ സ്റ്റാർട്ടായതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ ആദ്യം തന്നെ ഫുള്ള് സെറ്റ് ചെയ്തതേ അറിയില്ല നിങ്ങൾ. ഒന്നുകൂടെ ആദ്യം പെട്രോൾ ഇറങ്ങണ്ടോ നോക്കട്ടെ. പെട്രോൾ ഇറങ്ങണ്ടോ നോക്കണം കേട്ടോ. പെട്രോൾ ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല, വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്രോൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ചോക്ക് വലിക്കുക, തിരിക്കുക. ഇതിൻ്റെ പ്ലഗ് മാറാനായി കേട്ടോ. അതാണ് കുറച്ചുകൂടെ ഒരു ഇത്. പ്ലഗിൻ്റെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിനൊരു പ്രശ്നമുണ്ടാവും. ഇതിനെ കുറച്ച് സ്റ്റാർട്ടിങ്ങിന് ട്രബിൾ ഉണ്ടാവലുണ്ട് ചില സമയത്ത്. പിന്നെ പഴയ വണ്ടിയല്ലേ, ഞാനൊക്കെ ജനിക്കുന്ന വേണ്ടി മുന്നുള്ള വണ്ടിയാണ്. 96 മോഡൽ വണ്ടിയാണ്. ഞാനൊന്നും ഈ ഭൂമിയിൽ തന്നെ ഇല്ല, അതിന് മുന്നേ റൂട്ടിലൂടെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8, 10 നിർത്തണം. എന്നിട്ട് ഒന്നുകൂടി അടിക്കണം. 9. അത് ഞാൻ ആക്സിലേറ്റർ പിടിച്ചിട്ട്, ആക്സിലേറ്റർ പിടിക്കേണ്ട ആവശ്യമില്ല. ചോക്ക് വലിച്ചാൽ പിന്നെ ആക്സിലേറ്റർ പിടിക്കേണ്ട ആവശ്യമില്ല. 9 സ്റ്റാർട്ടാവും. ഉന്തിക്കോ തൊള്ളുങ്കയാവോ? ഇല്ല. 10. ഇനി അടുത്ത പരിപാടി എണ്ണ ഇറങ്ങണ്ടോയെന്ന് ഒന്നും കൂടി നോക്കണം. എന്നിട്ട് വേണം അടുത്ത സർക്കസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഫുള്ള് പൊടി മാറാലോ കേട്ടോ. കഴുകണം ഗൈസ്, വണ്ടി കഴുകണം, അല്ല ഞാൻ പണി പാളും. വണ്ടി എന്താ സ്റ്റാർട്ടാവാത്തതെന്ന് അറിയെങ്കിൽ കൈമലൊക്കെ പെട്രോളായിട്ടാണ്. കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 6 മാസം 7 മാസം നിർത്തിയിട്ട് കഴിഞ്ഞാൽ എഥനോളും പെട്രോളും വേറെ ആവും എന്നുള്ളത്. അത് ഈ ഫിൽറ്റർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഥനോൾ വേറെ, അതേപോലെ ഇതുണ്ടാ, ഇത് നിങ്ങൾ വെള്ളമാണ് ചേർക്കേണ്ട കേട്ടോ. ഈ വണ്ടി മഴയും കൂടെ കൊള്ളാത്ത, അതുകൊണ്ടാ. എഥനോൾ വേറെ, പെട്രോൾ വേറെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്. ഇതുണ്ടാ, 6 മാസം ഞാൻ നിർത്തിയിട്ടിട്ട് വണ്ടിയുടെ പെട്രോൾ വേറെ, എഥനോൾ വേറെ. ഇത് വെള്ളമാണെന്ന് വിചാരിക്കണത്, ഇത് എഥനോളാണ് ഈ എടുക്കുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ. വെള്ളം എന്ന് പറഞ്ഞ സാധനം കയറൂല, കാരണം ഗാരേജിൻ്റെ ഉള്ളിലല്ലേ. ഇത് വണ്ടി പുറത്തും കൂടെ ഇറക്കാത്ത വണ്ടിയാണ്. അതിലാണ് ഇമാതിരി പരിപാടി ഉള്ളത്.
ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കാര്യമില്ല. നമ്മളൊക്കെ വണ്ടി എങ്ങനെയൊക്കെ പൊന്നുപോലെ കുട്ടികളെ കൊണ്ടെടുക്കുന്ന വണ്ടികളാണ്. ചങ്ങായിമാർ നമുക്ക് തരുന്ന പെട്രോളിൻ്റെ ഒരു അവസ്ഥയാണിത്. 2, 3, 4, 5 മാസം നിർത്തിയിട്ട് കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ പെട്രോൾ. അതായത് ഇത് നോക്ക് നിങ്ങൾ, ഈ ഫിൽറ്ററിൻ്റെ ആകെ കുറച്ച് പെട്രോളേ ഉള്ളൂ, അതിൽ ഇത്രയും ഭാഗം എഥനോൾ. അപ്പോൾ നമുക്ക് തരുന്നത് E20 പെട്രോളും അല്ലേ, 20% പെട്രോളല്ല തരുന്നത്, അത്രയും എഥനോൾ ഗൈസ്. നോക്ക്, ട്യൂട്ടി ഓയിലും കൂടി ഉണ്ടാവില്ല ഇത്ര. നമുക്ക് ശ്രദ്ധിക്കണം ഗൈസ്, ഇത് സീനാണ്. നമ്മളൊക്കെ വണ്ടി നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോകുന്നവരെ കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നതാണ്, വണ്ടി നിർത്തിയിട്ട് ഗൾഫിൽ പോകുന്നവർ ശ്രദ്ധിക്കുക. ഏത് വണ്ടി ആണെങ്കിലും, ടൂ സ്ട്രോക്ക് മാത്രമല്ല, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യേണ്ടി വരും, ഇത് സംഭവം കൊടുക്കും. നിങ്ങൾ ടാങ്കൊക്കെ ഫുള്ളാക്കി പോയാൽ നല്ല രസകരം. വരുമ്പോഴത്തിന് പൗതിക്ക്, ഇപ്പോൾ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഇങ്ങനെ പൗതിക്ക് ഫുള്ള് എഥനോള്, ഇതിൻ്റെ ബാക്കി മാത്രം പെട്രോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എഥനോളിലേക്കാരും വണ്ടി ഇങ്ങനെ കിടന്ന് മിസ്സിങ് അടിക്കണേ. ഓക്കെ, സ്റ്റാർട്ടാക്കി വെക്കാം, ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി വെക്കാം. സ്റ്റാർട്ടാക്കാൻ ആദ്യം ഈ എഥനോൾ എടുത്ത് ഒഴിവാക്കണം. ഇതുണ്ടോ, അപ്പോൾ മിക്സ് ചെയ്തു പച്ച വെള്ളം. നോക്ക്, എഥനോളൊന്ന് മിക്സ് ആക്കിയപ്പോൾ നമുക്ക് കളറ്, പെട്രോളിൻ്റെ കളറ് വെറും പച്ച വെള്ളം മിക്സ് ചെയ്ത പോലെ. അത് ഞാൻ എഥനോൾ ഇതാ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ആവും. എന്താ അവസ്ഥ അല്ലേ? നമ്മളെങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും ഗവൺമെൻറ്റിന്, അങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഇത് കണ്ടോ, പിന്നെയും വീണ്ടും ആ എഥനോളൊക്കെ പെട്രോളിൽ മിക്സ് ആവണില്ല, വീണ്ടും ആ എഥനോൾ അടിയിൽ വന്ന് കിടക്കുകയാണ്. ഇത് ഇപ്പോൾ വണ്ടി ഇത് പെട്രോളിന് അത് ഒഴിവാക്കാതെ, എഥനോൾ ഒഴിവാക്കാതെ വണ്ടി സ്റ്റാർട്ടാവും എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അത് ക്ലീൻ ആക്കണം, ക്ലീൻ ആക്കിയാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. പണി പാളി. നല്ല മൂഞ്ചൽ അടപടല മൂഞ്ചി. ഈ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ ചിലപ്പോൾ കാർബറേറ്ററും ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ ഇതിനെന്ത് മനസ്സിലായി, വണ്ടി നിർത്തിയിടുമ്പോൾ പെട്രോൾ കാലിയാക്കിയിടുക. അപ്പോൾ വേറെ പ്രശ്നമുണ്ട്, തുരുമ്പ് വരും, അങ്ങനെയും പ്രശ്നമുണ്ട്. ഇത് കണ്ട, ഞാനിപ്പോൾ മിക്സാക്കി, ഞാൻ വിചാരിച്ചെന്താ, ഞാൻ മിക്സാക്കി കഴിഞ്ഞാൽ പെട്രോൾ ആയല്ലോ, ഇനി എഥനോൾ മിക്സ് ചെയ്ത് വരുന്ന പെട്രോളല്ലേ, അപ്പോൾ പെട്രോൾ ആയല്ലോ വെച്ചിട്ട് ഞാൻ മിക്സ് ആക്കിയതാണ്. നോക്ക്, പെട്രോൾ ഉണ്ടോ, പെട്രോൾ വേറെ എഥനോൾ വേറെ, നല്ല കഥ. എന്തായാലും അഴിച്ചിട്ട് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് വണ്ടി പുറത്തിറക്കി ഒന്ന് ഇവിടെ തന്നെ സ്റ്റാർട്ടാക്കിയിട്ട് ഇനി ഫുള്ള് ട്യൂൺ ചെയ്യേണ്ടി വരും. ട്യൂണിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഗൈസ്. ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടോ, ഫിൽറ്റർ പുറത്തേക്ക് എടുത്തിട്ട് ഇനി ഇതിൽ ഈ ഫിൽറ്ററിലത്തെ എഥനോളും ഈ പെട്രോളും ഒഴിവാക്കിയതിന് ശേഷം പെട്രോൾ അവിടുന്ന് ഓപ്പൺ ആക്കിയാൽ അതിൽ പെട്രോളിൽ എഥനോൾ ഉണ്ടാവുമ്പോൾ മനസ്സിലാവും. നമുക്ക് തോന്നുന്നുണ്ട് അതിലും മെഥനോൾ തന്നെ ആയിക്കാരം, കാരണം സെയിം പെട്രോൾ തന്നെ അല്ലേ. അവിടെ അത് ഇതൊന്ന് ഫുള്ള് അടിയിലേക്ക് ആക്കിയിട്ട് സംഭവം ഒഴിവാക്കിയിട്ട് പച്ച. ഇപ്പോഴത്തെ പെട്രോൾ കണ്ടു നിങ്ങൾ, പെട്രോള് നമ്മളിങ്ങനെ എടുത്തിട്ട് കുപ്പിയിൽ കൊണ്ടുവരുന്ന പെട്രോളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആവും. എന്ത് കളറൊന്നും നമ്മൾ പഴയ പെട്രോളിൻ്റെ പോലെ തന്നെ കളർ വരിക. പക്ഷേ നമ്മളിത് എടുത്തിട്ട് വേറെ കുപ്പിയിലാക്കാൻ നോക്കി നോക്കും നിങ്ങൾ, അപ്പോൾ നമുക്ക് മനസ്സിലാവും പച്ച വെള്ളം ഒഴിക്കുന്ന പോലെ പെട്രോൾ. ഇതുകൊണ്ടാ വെള്ളത്തിൻ്റെ അംശം. എന്താ പറയുക, എഥനോള് വെള്ളത്തിനെ കൂടുതൽ അബ്സോർബ് ചെയ്യും, അങ്ങനെ ഒരു കഴിവ് എഥനോളുണ്ട്. അതാണ് ഇതേപോലെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നിർത്തിയിട്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ, മഴത്ത് നിർത്തിയിടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യും, പുറത്തുനിന്നുള്ള വെള്ളം അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം എഥനോളിനുണ്ട്. എൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കണം ഗൈസ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, പഠിക്കാതിരുന്നാൽ എട്ടിൻ്റെ പണി കിട്ടും. ഓക്കെ, ഇത് കൊടുക്കണമല്ലോ, കൊടുക്കിയിട്ട് ഇത് ഇവിടെ നിന്ന് സർക്കസ് കളിക്കുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ആക്കേണ്ടി വരുമോ? എന്തായാലും ട്യൂൺ ചെയ്യണം. കാർബറേറ്റർ ഒന്ന് ട്യൂണിങ് ചെയ്യേണ്ടി വരും. നോക്കട്ടെ, ഇത് ഉള്ളിൽ കുടുങ്ങണം ഗൈസ്. ഇതും കൂടെ ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. ഈ ഫിൽറ്ററും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ എഥനോൾ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഈ ഫിൽറ്ററിൽ എഥനോൾ നിൽക്കണോണ്ടാണ് സംഭവം മനസ്സിലായത്. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് കിക്കർ ഷാഫ്റ്റൊക്കെ പോയിട്ട് ആകെ പ്രാന്തായിട്ടുണ്ടാവും. ഇതെന്താ സ്റ്റാർട്ടാകാത്ത വെച്ചിട്ട് നമ്മൾ പ്ലഗ്ഗൊക്കെ ഊരാൻ തുടങ്ങും. നമ്മളിപ്പോൾ ആദ്യം ചെയ്യലതാണല്ലോ, പ്ലഗ് ഊരുക. ഇപ്പോൾ പെട്രോൾ ഇറങ്ങണില്ലേ, ചെമ്പറച്ചോനെ ഇറങ്ങിക്കൂടും കിട്ട്. ഓക്കെ,
പെട്രോൾ ഇറങ്ങണില്ലടാ. ഇതൊക്കെ പച്ചവെള്ളം നോട്ടെ. പെട്രോൾ 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 കമാൺ. പെട്രോൾ ഇല്ലേ? പെട്രോൾ ഉണ്ടല്ലോ. എന്തിറങ്ങാത്തോ? ഓക്കെ, ഇറങ്ങി. ഇനി നോക്കണം കേട്ടോ, ഇനി നോക്കണം സംഭവം ഇനി ഇറങ്ങണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഫില്ലാവണില്ല, അതാ പ്രശ്നം. അപ്പോൾ ആ സൈഡ് അയക്കണം. ഫസ്റ്റ് സൈഡ് അയച്ചിട്ട് കാർബേറ്ററിൽ നിന്ന് വലിച്ചെടുത്താൽ സംഭവം റെഡി. ഗൈസ്, അങ്ങനെ പെട്രോൾ ഫില്ലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിലുള്ള പെട്രോളിന് വലിയ കുഴപ്പങ്ങളില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ആക്കിക്കുക. ഞാൻ ഇവിടുത്തെ ഈ കാർബേറ്ററിൻ്റെ ഇവിടുത്തെ ഹോസ് ഊരിയിട്ട് പൈപ്പ് ഊരിയിട്ട് അതിൻ്റെ എയർ കളഞ്ഞാണ്ട് പെട്രോൾ അങ്ങോട്ട് വരുന്ന രീതിയിലാക്കിട്ടോ. അതൊക്കെ ആകെ പെട്രോളായി. ഇതൊക്കെ തുടക്കണം, അല്ലെങ്കിൽ ഈ പെയിൻ്റ് അടിച്ചു കൊടുത്തൊക്കെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഒട്ടി പിടിക്കണേ. പെയിൻറ്റ് പോരും കേട്ടോ, അത് പ്രശ്നം. സ്റ്റാർട്ടാക്കി വെക്കാം. ഓക്കെ, ഒരു വിധമായി ഗൈസ്, ഒരു വിധമായി. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയിപ്പ് എത്ര ചില്ലറ നയിപ്പൊന്നുമല്ല. നിർത്തിയിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കോൾഡ് സ്റ്റാർട്ടാണ്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ടായി. ഇനി സ്റ്റാർട്ടാവും. ഇനി ഒരു ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. കണ്ടോ ഇനി കണ്ടോ, എൻ്റെ വണ്ടീൻ്റെ പവറും ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടാക്കാം. 1 കണ്ട രണ്ടാമത്തെ അടിയിൽ സ്റ്റാർട്ടായി. ഇതിൻ്റെ ട്യൂണിങ് പൊയ്ക്കണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ട്യൂണിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അൽക്കുൽ തയ്ക്കണം. അതാണ് ഇങ്ങനെ ഒരു കളി. അല്ലെങ്കിൽ സ്റ്റാർട്ടാവും. കുറച്ച് നേരം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ചോക്കിൽ കുറച്ച് നേരം നിർത്തണം. എന്നാലേ റണ്ണിങ് പ്രോപ്പറായിട്ട് ഇങ്ങനെ കയറി RPM കറക്റ്റ് ആവുള്ളൂ. ഉണ്ട് ട്യൂണിങ് പോയി. ട്യൂണിങ് പ്രോപ്പറല്ല കേട്ടോ. ഞാൻ ചോക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി തരാം. എന്നിട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ. കുറച്ച് ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചോക്കിലിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇടണം. എന്നിട്ട് ആ എണ്ണ ഇറങ്ങി കാർബേറ്റർ ജെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഫ്ലോയിലെത്തിയാൽ വണ്ടി ഒന്ന് മര്യാദക്ക് നമ്മൾ ചോക്കൊന്ന് ഇറക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പെർഫെക്റ്റ് RPM എത്തുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ട്യൂണിങ് പോയാണ്. ട്യൂണിങ് പെർഫെക്റ്റ് അല്ല. എൻ്റെ വണ്ടീൻ്റെ ട്യൂണിങ് ഇങ്ങനെയല്ല ഗൈസ്, ഇങ്ങനല്ല. സ്റ്റാർട്ടിങ് ഇപ്പോൾ പക്കയാണ്. റിങ്സ് അടിക്കുന്നുണ്ട്. റിങ്സ് അടി ഓൾറെഡി ഉണ്ട് കേട്ടോ. സിലിണ്ടർ സ്ലീവ് ഇറക്കിയാണ്, സ്ലീവ് റോങ്ങാം. എന്താ സൗണ്ടിലെ 5 മാസത്തിന് ശേഷം ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴും ഇവിടെ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. റിങ്സ് അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ചെറുതായിട്ട് റിങ്സ് അടിക്കണം. അത് പിസ്റ്റൺ ഫോർ ചെയ്തപ്പോൾ ആദ്യം ഇവിടെ മര്യാദക്കുള്ള സ്ലീവിങ് ഇല്ല. സ്ലീവ് ചെയ്തപ്പോൾ അങ്ങനെ വന്നു. ട്യൂണിങ് പോയി ഗൈസ്. ട്യൂണിങ് പ്രോപ്പറല്ല. ചോക്കൊന്ന് ഇറക്കട്ടെ. ഓക്കെ, ഇപ്പോൾ റെഡിയായി. മിസ്സിങ്ങാ ട്യൂണിങ് പ്രശ്നമുണ്ട്. ട്യൂണിങ് നല്ല പ്രശ്നമുണ്ട്. ട്യൂണിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ മിസ്സിങ്ങും. അതേപോലെ ഈ പെട്രോളിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല മിസ്സിങ് വരുന്നത്. ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഇല്ല. ചോക്കില്ലാതെ സ്റ്റാർട്ടിങ് ഇല്ല. ചോക്കിലും സ്റ്റാർട്ടിങ് ഇല്ല. 5 6 7 ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ഗൈസ്. കിക്കർ ഷാഫ്റ്റ് ഇങ്ങനെ അടിക്കരുത് കേട്ടോ. കിക്കർ ഷാഫ്റ്റ് പോകും. വെറുതെ അടിച്ച് കിക്കർ ഷാഫ്റ്റ് പോകും. എണ്ണ ഇറങ്ങണ്ടോ നോക്കണം. ആദ്യം എണ്ണ കഴിഞ്ഞാൽ ഇല്ലല്ലോ, എണ്ണ കഴിഞ്ഞിട്ടില്ലല്ലോ. എണ്ണ
കുയ്യുത്താൻ പറയണോ? കുയ്യ് കുത്താൻ പറയണോ? നോക്കട്ടെ. എണ്ണ എനിക്ക് തോന്നുന്നത് എണ്ണ കഴിഞ്ഞു അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. പെട്രോളൊക്കെ നോക്ക്, പെട്രോളൊക്കെ കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. പെട്രോളൊന്നും ഒരു പ്രശ്നമില്ല. ട്യൂണിങ് പോയി സംഭവം, ട്യൂണിങ്ങിന് പ്രശ്നമുണ്ട്, അല്ലാതെ വണ്ടി ഇങ്ങനെ മിസ്സിങ് അടിക്കില്ല. കാർബറേറ്റർ ചെരിഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല, കാർബറേറ്ററൊക്കെ പ്രോപ്പറാണ്, അന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത പോലെ തന്നെ. കൈമലൊക്കെ ആകെ പെട്രോള് നസി കുസിയായി കൈ. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബിസ്മിൻ ജോലി സ്റ്റാർട്ടാക്കിക്കോട്ടെ. ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇതിനൊരു പ്രശ്നമില്ലേന്നോടോ, വണ്ടിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ക സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർത്തിയിട്ടാൽ പിന്നെ ട്യൂണിങ് കാര്യങ്ങൾ, കാർബറേറ്റർ ക്ലീനാക്കി പിന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് പ്രശ്നം. ചോക്ക് 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 തന്നെയാണ് വണ്ടിയിലെ. സ്റ്റാർട്ടാക്കാം. ഒന്ന് ഓക്കെ. അഞ്ച് മാസത്തിന് ശേഷം തീ തൂക്കുന്നു. ഇതിൻ്റെ ഫുള്ള് ലൈറ്റ് വർക്കിംഗ് ഉണ്ട്. അതുണ്ടാവും. പെട്രോൾ ഫുള്ളായി. കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിലിട്ടാൽ പിന്നെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ റെഡിയാവും. സത്യം, എൻ്റെ ഒരു വിശ്വാസമാണ്. സൗണ്ട് എങ്ങനെയുണ്ട്? നമ്മുടെ വണ്ടിയുടെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ കാറ്റിൻ്റെ, ഇത് പഴയ കാറ്റാണോ? പഴയ കാറ്റ് പറഞ്ഞാൽ കാറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, അന്ന് പണ്ടൊക്കെ കാറ്റ് ഭയങ്കര ഫേമസ് ഒന്നുമല്ല, ഇപ്പോഴാണ് ഭയങ്കര കാറ്റൊക്കെ ഫേമസ് ആയത്. കാറ്റിട്ട വണ്ടിയൊക്കെ കാണാൻ കൊതിയാവും. അങ്ങനത്തെ ഒരു കാലമാണ്. ഇപ്പോൾ എല്ലാവരും കാറ്റിടുന്നില്ല. അപ്പോൾ ആ സമയത്ത് മൈസൂരിൽ പഴയ ഒരു ഓൾഡ് ആളുണ്ട്, മൂപ്പർ ചെയ്തൊരു കാറ്റാട്ടോ. അന്ന് ചെയ്ത കാറ്റാണ്. ഇപ്പോഴും ഞാൻ ഈ ഗ്ലാസ്സുകൾ ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ റീ ഓപ്പണും ചെയ്തിട്ടില്ല. പൊട്ടലും ചീത്തലൊക്കെ മാറി വരുന്നുണ്ട്. എന്താണാവും? ഷോക്കിൽ നിന്ന് ഇറക്കി നോക്കിയാലോ? ഇറക്കിയാട്ടെ. ആയിട്ടില്ല, എണ്ണ ഇറങ്ങി വരുന്നുള്ളൂ. ഇത്രയും ദിവസം, ഇത്ര മാസം നിർത്തിയിട്ടല്ലേ? ഇതാണ് വിഷയം. അപ്പോൾ ഏകദേശം ട്യൂണിങ് അല്ല, റണ്ണിങ് ആയി വരുന്നുണ്ടോ? കേട്ടോ, റണ്ണിങ് ആകുമ്പോൾ വേണ്ട വണ്ടി ആ രീതിക്ക് മാറും. വണ്ടീൻ്റെ കേട്ടോ കാറ്റിൻ്റെ പൊട്ടന്നെ മാറും കേട്ടോ. കാറ്റിൻ്റെ പൊട്ടന്നെ മാറിയുണ്ടാവും വണ്ടി റണ്ണിങ് ആയി വരുമ്പോൾ. ആ ട്യൂണിങ് പ്രോപ്പർ അല്ല കേട്ടോ. ട്യൂണിങ് പ്രോപ്പർ അല്ല. ഞാൻ ഈ ട്യൂണിങ്ങിൽ സാറ്റിസ്ഫൈഡ് അല്ല. ട്യൂണിങ് ഇതാ ഈ കറക്റ്റ് പൊസിഷനിൽ മിസ്സിങ് ഇല്ലാതെ കിട്ടണം. അതായത് ഒന്നുകൂടെ ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വണ്ടി സെറ്റാവും. ട്യൂണിങ് പ്രോപ്പർ അല്ല എന്ന് പറയാൻ കാരണം ലാസ്റ്റിലൊരു 3 പൊട്ട് വരും. 1 2 ചെറിയ ലാസ്റ്റ് 2 പൊട്ട് എന്തായാലും വരലുണ്ട് കറക്റ്റ് ട്യൂണിങ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ ട്യൂണിങ് മാറിയിട്ട് ഒന്നുകൂടെ ട്യൂൺ ചെയ്യണം. പ്രോപ്പർ അല്ല ട്യൂൺ. റിങ്സ് അടിക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് റിങ്സ് അടി ഉണ്ട്. നമുക്ക് പിന്നെ പഠിക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഓടാനുള്ളതൊക്കെ ഓടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല.
ഓ സമാധാനമായി. വണ്ടി ട്യൂണിങ്ങിൻ്റെ ആ ഒരു ഇപ്പോഴാണ് ആ പ്രോപ്പർ ആക്സിലേഷനിലേക്ക് വന്നു കേട്ടോ വണ്ടി. ഈ വണ്ടിയിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മനസ്സമാധാനത്തിന് പ്രശ്നം വരില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടും. അപ്പോൾ അത് അന്ന് റെഡിയാക്കില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അന്ന് ഉറക്കം വരില്ല. ആദ്യത്തെ വണ്ടിയല്ലേ. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലാസ്റ്റിന് കലാശക്കൊട്ട് ചെയ്താട്ടോ കണ്ടാ. ഇതിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. 5-6 മാസം നിർത്തിയിട്ടുകൊണ്ട് അതിൻ്റേതായ ഒരു സംഭവങ്ങൾ വണ്ടി കാണിക്കുന്നുണ്ട്. കാർബേറ്റ് ക്ലീൻ ആക്കണം. കാർബേറ്റ് ക്ലീൻ ആക്കിയിട്ട് ട്യൂൺ ചെയ്യണം. ട്യൂൺ കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്താലേ വണ്ടിക്ക് എന്തേ ഉള്ളൂ, വൃത്തിയാവുള്ളൂ, വണ്ടി വൃത്തിയാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എഥനോൾ പെട്രോൾ ശ്രദ്ധിക്കണം കേട്ടോ. എഥനോൾ പെട്രോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. പണി പാളുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ള് ക്ലീനാക്കി, ഫുള്ള് അത് ഒഴിവാക്കി. അതേപോലെ തന്നെ കുറച്ച് പെട്രോൾ അതിന് ഒഴിവാക്കി. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എഥനോൾ കണ്ടില്ല നിങ്ങൾ, അതേപോലെ എഥനോൾ വരും. അപ്പോൾ എഥനോൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ ഫസ്റ്റ് നിങ്ങൾ ഗൾഫേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോയിട്ട് നിങ്ങൾ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെട്രോൾ ഫുള്ള് ഒഴിവാക്കിയതിന് ശേഷം പുതിയ പെട്രോൾ ഒഴിക്കുന്നതാണ് നല്ലത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ വെക്കുക. ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ അറിയാം ആ പെട്രോളിൽ എഥനോൾ മിക്സ് ആയിക്കണോ, എഥനോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിക്കണോ എന്നുള്ളത്, മിക്സ് ആകുമല്ല സെപ്പറേറ്റ് ആയിക്കണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ എഥനോളിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതൊക്കെയാണ്. 5 മാസമായി സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി ഓടിച്ച് നോക്കിയാൽ കാറ്റമ്മ ഉണ്ടാവും. കാറ്റ് എപ്പോഴും എയർ ഫില്ലാക്കി വെക്കുക. വന്നു കഴിഞ്ഞാലും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എന്തായാലും ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വരുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എയർ അടിക്കുക, അതേപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല ചേട്ടിൽ വണ്ടിക്ക്. ഈ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യണം, കാർബേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം, ട്യൂണിങ് ചെക്ക് ചെയ്യണം. അപ്പോൾ ട്യൂണിങ്ങും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യാം. എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വരെ എനിക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.